ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ നമ്മൾ പെരുന്നാളത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇടാൻ കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ദിവസമായില്ലേ വീഡിയോസൊക്കെ എടുത്തിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെ അല്ലേ. അപ്പോൾ ഇന്നാണ് കേട്ടോ ഇടാൻ പറ്റിയത്. കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇടാൻ വൈകിയത്. അപ്പോൾ ദാ സുബൈൻ്റെ മുന്നായിട്ട് എഴുന്നേറ്റിട്ട് കുലയിലെ വാതിലൊക്കെ ഒന്ന് തുറന്നപ്പോൾ തക്ബീർ ചെല്ലണതൊക്കെ കേൾക്കണം കേട്ടോ പള്ളിക്ക് നിന്ന്. അപ്പോൾ ദാ എണീറ്റ് അടുക്കളയ്ക്ക് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദിവസം രാവിലെ ചായ ചെല്ലില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങിയല്ലേ ചായയും കടിയൊക്കെ ഉണ്ടാക്കലൊക്കെ. അപ്പോൾ ദാ ചായ തിളച്ച് പൊടിയൊക്കെ ഇട്ട് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു പുഡിങ്ങാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കിനും ഒക്കെ ഒന്ന് സെറ്റായി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഓറിയോൻ്റെ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ പുഡിങ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിങ്ങും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാല് എടുത്തിട്ടുണ്ട്, പിന്നെ ബിസ്ക്കറ്റും കൂടെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആദ്യം തന്നെ നമുക്ക് പാലൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലവറും അതേപോലെ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ ജലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് പാൽപ്പൊടി, അതേപോലെ തന്നെ ഒരു സ്പൂണോളം കോൺഫ്ലവറും കുറച്ച് പാലും കൂടെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്ത് വെക്കാം കേട്ടോ. ആദ്യം തന്നെ നല്ല ടേസ്റ്റും പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റണതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റണ ഒരു പുഡിങ്ങും കൂടിയാണ് കേട്ടോ അത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക, പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും അടിപൊളിയാവുക, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടാവാൻ വെച്ചിട്ട് ചൂടായ പാടന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാവുന്നതിന് മുന്നേ ഞാൻ ഇതേപോലെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം വേറൊരു മോഡലിലാണ് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്, സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കട്ടകളൊന്നും ഇല്ലാതെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി ഇതേപോലെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കാം കേട്ടോ. അത് കാരണം പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ കട്ട പിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ആക്കണം പറഞ്ഞു. പിന്നെ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക, തിളപ്പിക്കണം എന്നില്ല നന്നായിട്ട് കേട്ടോ. ഇങ്ങനെ ചെറുതായ തീയിൽ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ട് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. പെട്ടെന്ന് നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പിന്നെ സെറ്റാകുമ്പോൾ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇളക്കി കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടില്ല, ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം സെറ്റാക്കി എടുക്കുക. പിന്നെ ഞാനിതിപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഉപ്പ് പിന്നെ കുറച്ച് ഓയിലും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക, തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം തിളക്കുന്ന അത്ര നേരം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. അധികം നേരം ഒന്നും ഇട്ടേക്കണമെന്നൊന്നുമില്ല. നമുക്ക് അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് മുറിക്കണ വരെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനതിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇട്ട് കഴുകിയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് ചെറുതായിട്ട് ചൂടാറി കട്ടിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പുഡിങ്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു ലെയർ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അത് തണുക്കാൻ വേണ്ടിയിട്ട്
ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നീടാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ഫുള്ളായിട്ട് മുകളിൽ എല്ലായിടത്തുമൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള അതിലേക്കുള്ള ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കിയെടുക്കുക. ക്യാരറ്റ്, അതേപോലെ അത് ഉള്ളിൻ്റെ തുമ്പാണ് കേട്ടോ. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ടിട്ടുണ്ടായിരുന്നു, കോഴിമുട്ട, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഇതേപോലെ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് സോയാ സോസ്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് ഇതേപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റുള്ള ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇതേപോലെ സവാള, അതേപോലെ ഉള്ളിൻ്റെ തൂമ്പ്, ക്യാപ്സിക്കം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്നൊന്നിയുമ്പോൾ ഒട്ടാത്ത രീതിയിൽ വേണം കേട്ടോ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്ന് ചൂടാറുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് എല്ലാം സൂപ്പറായി കിട്ടും കേട്ടോ. ഒട്ടാതെ തന്നെ കുറച്ച് മുന്നേ അരി വേവിച്ചിട്ടൊന്ന് കാറ്റത്ത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും കേട്ടോ. പിന്നെ രാത്രിയിലൊക്കെ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള അരി വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, നല്ല ഉഷാറായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസിലേക്കുള്ള മുട്ട, ആദ്യം മുട്ട ഒന്ന് ചിക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഉപ്പിന് പറഞ്ഞ സോയാ സോസ് ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സോയാ സോസിൽ തന്നെ ഏകദേശം ഉപ്പുള്ള സോയാ സോസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ മുട്ട. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഫ്രൈഡ് റൈസ് നമുക്ക് 5 മിനിറ്റിനൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ നമ്മളെ ഫ്രൈഡ് റൈസ്. അപ്പോൾ മുട്ട ഇതേപോലെ നന്നായിട്ടൊന്ന് ചിക്കിയിട്ട് ഞാൻ അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അതും കൂടെ ഒന്ന് പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതും പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ചെറിയ ചെറിയ പീസുകളുമാണ്. പിന്നെ എല്ലില്ലാത്ത പീസൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചിട്ട് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ മറ്റേ അടുപ്പത്ത് ഞാൻ രാവിലെ ചായക്ക് കടിക്ക് ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാനൊരു ചെറിയൊരു പോളാട്ടോ അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വെച്ചിട്ടുള്ളതിനാണ് കേട്ടോ. ചിക്കനും ഉരുളക്കിഴങ്ങും സവാള അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ കൂടെ വെച്ചിട്ട് മുട്ട ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതായിരുന്നു കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ പെരുന്നാളായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. നമ്മൾ പെട്ടെന്നൊരു 8 മണി ആകുമ്പോഴത്തേനും തന്നെ എല്ലാ പണികളും തീർക്കണം, നിസ്കരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പണികളാണ് കേട്ടോ. അപ്പോൾ ഒരടുപ്പത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കിയെടുത്തുള്ളത്. അപ്പോൾ ആ പാലൊന്ന് തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതും കുറച്ച് ഉപ്പും എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി, പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ചിക്കൻ പൊരിച്ചെടുത്ത് ആ പാത്രത്തിൽ തന്നെ ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഫ്രൈഡ് റൈസിലേക്കുള്ള ഒരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഐറ്റം കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള ഫ്രൈഡ് റൈസിലേക്കുള്ളതല്ല, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കന് കുറച്ച് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി 2 സ്പൂണോളം മുളക് പൊടി ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ അതിന് ശേഷം ഞാൻ 2-3 തക്കാളി എടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇതാക്കി മസാല മാതിരി ആക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു വലിയ സവാള അതേപോലെ വലിയ വലിയ കട്ടാക്കിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ വലിയ പീസാക്കിയിട്ട് സ്ക്വയർ രൂപത്തിലാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് പായസത്തിൻ്റെ കൂട്ടാണ് കേട്ടോ. പായസം നമ്മൾ പാല് തിളച്ചപാട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പായസം റെഡി ആവും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മുന്തിരിയും വറുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ പായസം റെഡിയാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നിസ്കരിക്കാൻ വരുമ്പോൾ എല്ലാവരും കുടിക്കുന്നതാണ് കേട്ടോ. മധുരമൊക്കെ കൊടുത്തിട്ടാണ് എല്ലാവരും ബിരിയൽ. അപ്പോൾ ഇതാ ഉള്ളി ഏകദേശം വാടി വന്നതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കം അതേപോലെ ഉള്ളീൻ്റെ തൂമ്പുണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള അത്, സവാള എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ചിക്കൻ ഞാൻ ഇതിന് മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പൊരിച്ച് കോരിയ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ.
അതൊന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തക്കാളിയുടെ പേസ്റ്റൊക്കെ കൂടെ ചേർത്തിട്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ നല്ല രസമുണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളി ഇതൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണമല്ലോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ നമ്മളെ ചിക്കൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചപ്പാത്തിയുടെയും പൊറാട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ രസമാണ്. ഞാനിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് സമയം ഇതേപോലെ മൂടി വെച്ച് ഉണ്ടാക്കിയെടുത്താൽ അതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിപ്പമുള്ള പാൻ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇതേപോലെ കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഏറ്റവും നല്ലത്. ആക്കിയതിന് ശേഷം അതേപോലെ സവാള ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഒന്നിച്ചിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി കേട്ടോ, മൂപ്പിച്ചെടുക്കണമെന്നില്ല. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിയില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ കുറച്ച് ക്യാപ്സിക്കും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ സോയാ സോസാണ് ഒഴിച്ച് കൊടുക്കും. സോയാ സോസ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അപ്പോൾ സോയാ സോസ് ഇതിൻ്റെ അടുത്ത് കുറച്ച് ഡാർക്കായി പോയിട്ടോ. ഡാർക്ക് കളറാകുമ്പോൾ നമ്മളെ ചോറിന് ആ കളർ വരും കേട്ടോ. പക്ഷേ ഫ്രൈഡ് റൈസ് തനി വെള്ള കളറിലാണല്ലോ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസിന് കുറച്ച് കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എരിവിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കാരണം സോയാ സോസിൽ ഉപ്പ് ഉണ്ടെങ്കിൽ ഉപ്പ് ഇതിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇല്ലയെന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിട്ടും കേട്ടോ. അധികം വന്നിട്ട് ഡ്രൈ ആവുമൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കന് അതേപോലെ മുട്ട നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരി, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിട്ട് ഇതേപോലെ ആ പുഡിംഗ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചിട്ട് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിപ്പിംഗ് ക്രീം മുഴുവനാക്കിയതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ. അപ്പോഴേക്കും നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതേപോലെ ആക്കി കൊടുത്താലും കുഴപ്പമില്ല, കയ്യിൽ വെച്ച് ഇളക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് വീണ്ടും ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് മല്ലിയില അതേപോലെ ക്യാപ്സിക്കം കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് പായസം റെഡി ആയിട്ടുണ്ട്. പുഡിങ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, സെറ്റാവാൻ വേണ്ടിയിട്ട്. ഒക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ പെരുന്നാൾ നിസ്കാരമൊക്കെ നമസ്കരിച്ചു. എല്ലാവരും ഇതാ ഇപ്പോൾ പായസമൊക്കെ കുടിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പായസമൊക്കെ കുടിച്ച് എല്ലാവരും പിരിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ വീട്, തറവാട് വീട്, അവിടെ കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ ചോറും അവരിവിടെ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെയാണ് കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിരിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പെരുന്നാൾ വിശേഷങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.